സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പ്രകൃതി ജീവനത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതി ജീവനത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഇന്ന് ലോകത്തിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട വൈദ്യശാഖകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഇന്ന് എല്ലായിടത്തും കാണുന്ന അലോപ്പതി തന്നെയാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഓപ്പറേഷൻ, ഇഞ്ചക്ഷൻ, അങ്ങനെ പോകുന്നു അവരുടെ ചികിത്സ. അടുത്ത പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദമാണ്. ആയുർവേദത്തിൽ ഗുളികകളും കഷായങ്ങളും അരിഷ്ടങ്ങളും കൊണ്ട് രോഗനിർമ്മാർജ്ജനം ചെയ്യുന്നു. മൂന്നാമത്തത് സിദ്ധവൈദ്യമാണ്. ഇത് തമിഴ്നാട്ടിൽ ഉത്ഭവിച്ചിട്ടുള്ള ഒരു വൈദ്യമാണ്. കൂടുതലായിട്ട് ഭസ്മങ്ങളും സിന്ദൂരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ രോഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. വളരെ കുറഞ്ഞ അളവിൽ കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ഔഷധങ്ങളാണ് സിദ്ധിയുടേത്. നാലാമത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഹോമിയോപ്പതിയാണ്. ഹോമിയോപ്പതിയിൽ മധുരമുള്ള പിൽസും അതേപോലെ തന്നെ സ്പിരിറ്റുകളും ഉപയോഗിക്കുന്നു. അതിൽ മരുന്നിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതിൻ്റെ പൊട്ടൻസിയാണ് അവിടെ രോഗശമനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത അംഗീകൃത ചികിത്സ എന്ന് പറയുന്നത് നാച്ചുറോപ്പതി അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകൃതി ജീവനത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് യുനാനി ചികിത്സയാണ്. അറബി നാട്ടുകളിൽ പ്രചാരമുള്ള യുനാനി ചികിത്സ, അതിൻ്റെ തത്വങ്ങളും ഏകദേശം ആയുർവേദത്തിൻ്റെ തത്വങ്ങളോട് കൂട്ടുനിൽക്കുന്നതാണ്. ആയുർവേദം, സിദ്ധ, യുനാനി ഇത് മൂന്നിൻ്റെയും തത്വങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയാണ്. വാതപിത്ത കഫങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ള ചികിത്സയാണ് ഇവയെല്ലാം നടക്കുന്നത്. മറ്റുള്ള ചികിത്സകളെല്ലാം ഒരു സാധാരണക്കാരനെ കൊണ്ട് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രകൃതി ജീവനം എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് പറയാം. നമ്മൾ 10 വർഷത്തോളം സ്കൂളിൽ പഠിച്ചു, അത് കഴിഞ്ഞ് കോളേജിൽ പഠിച്ചു. എന്നിട്ടും ഒരു പനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, BP വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾക്ക് യാതൊരു അറിവും ഇന്നേവരെ കിട്ടിയിട്ടില്ല. നമ്മളെല്ലാവരും നമ്മളുടെ രോഗങ്ങൾ മാറ്റാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന അലോപ്പതി വൈദ്യത്തെയാണ്. ഇനി ഇതിൻ്റെ പരിമിതികളെക്കുറിച്ച് നമ്മൾക്ക് ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു രോഗം വന്ന് ഒരു ഡോക്ടറുടെ അടുത്ത് പോവുകയാണ്, അതായത് ഈ അലോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് പോവുകയാണ്. ഉദാഹരണമായിട്ട് നമ്മൾക്ക് BP ഉണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ ഷുഗർ ഉണ്ട് എന്ന് കരുതുക. അവർ നമ്മൾക്ക് മരുന്ന് തരുന്നു. മരുന്ന് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നാണ് അവർ നിർദ്ദേശിക്കാറുള്ളത്. അതായത് ഒരു രോഗി മരുന്ന് കഴിക്കുന്നു എന്നതിനർത്ഥം അയാൾ രോഗിയാണ് എന്നുള്ളതാണ്. ഒരിക്കലും അയാളുടെ രോഗം മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്തരം ആധുനിക വൈദ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് ഷുഗറിന് മരുന്ന് കഴിക്കേണ്ടി വരുന്നു, BPക്ക് മരുന്ന് കഴിക്കേണ്ടി വരുന്നു, തൈറോയിഡിന് മരുന്ന് കഴിക്കേണ്ടി വരുന്നു, ആസ്മയ്ക്ക് മരുന്ന് കഴിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ വരുന്നു. ഒരു വ്യക്തി മരുന്ന് കഴിക്കുന്നു എന്നതിനർത്ഥം ആ വ്യക്തി രോഗിയാണ് എന്നുള്ളതാണ്. ഒരിക്കലും സ്വസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു 10 വർഷം ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾക്ക് രോഗങ്ങളെ മാറ്റാൻ സാധിക്കണം. പക്ഷേ 10 വർഷം നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിച്ചതിന് ശേഷവും പ്രാക്ടീസ് ചെയ്തതിന് ശേഷവും നമ്മൾ പറയുകയാണ് നമ്മൾക്ക് BP മാറ്റാൻ സാധിക്കില്ല, ഷുഗർ മാറ്റാൻ സാധിക്കില്ല, തൈറോയിഡ് മാറ്റാൻ സാധിക്കില്ല, ആസ്മ മാറ്റാൻ സാധിക്കില്ല, ഇവയെല്ലാം നിയന്ത്രിക്കാനേ സാധിക്കുകയുള്ളൂ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യത്തെപ്പറ്റി ആലോചിക്കേണ്ടതാണ്. നമ്മൾക്ക് വേണ്ടത് രോഗത്തിൻ്റെ കൺട്രോൾ അല്ല, ക്യൂറാണ്. അതായത് രോഗം പരിപൂർണമായിട്ട് ഇല്ലാതാകണം, എന്നിട്ട് നമ്മൾ മരുന്ന് നിർത്തണം. പക്ഷേ രോഗം ഇന്ന് എവിടെയും മാറുന്നില്ല. BP രോഗിയായിട്ടുള്ളൊരു വ്യക്തി ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഷുഗർ പേഷ്യൻ്റായിട്ടുള്ളൊരു വ്യക്തി ജീവിതകാലം മുഴുവൻ ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ആസ്മ പേഷ്യൻ്റായിട്ടുള്ളൊരു വ്യക്തി ജീവിതകാലം മുഴുവൻ ആസ്മയ്ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കൺട്രോൾ മാത്രം, ക്യൂർ ഇല്ല. എന്നാൽ ശരിക്കും ഇത് കൺട്രോൾ ആകുന്നുണ്ടോ? മരുന്നുകൊണ്ട് നമ്മുടെ ഒരു രോഗം കൺട്രോൾ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രോഗം കമ്മിയായിട്ട് വരണം. രോഗം കമ്മിയായിട്ട് വരികയാണെങ്കിൽ ഗുളികയുടെ അളവും അതിനനുസരിച്ച് കമ്മിയായിട്ട് വരണം. പക്ഷേ സാധാരണ അങ്ങനെയാണോ നടക്കുന്നത്? തീർച്ചയായിട്ടുമല്ല. ഓരോ വർഷം തോറും നമ്മുടെ രോഗം കൂടിക്കൂടി വരുന്നു. അതിനോടനുസരിച്ച് ഗുളികകളുടെ അളവും കൂടിക്കൂടി വരുന്നു. അതായത് ഓരോ വർഷം കഴിയും തോറും രോഗം കമ്മിയാകുന്നതിന് പകരം രോഗം മൂർച്ഛിക്കുകയാണ് ചെയ്യുന്നത്. ഷുഗറിന് ആദ്യം നമ്മൾ ചെറിയ ഗുളികകൾ കൊടുക്കുന്നു,
അടുത്തതായിട്ട് ഗുളികകളുടെ അളവുകൾ കൂട്ടുന്നു. എന്നിട്ട് നമ്മൾക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് ഇൻസുലിൻ എടുക്കുന്നു. അതിനുശേഷം ഇവയുടെ എല്ലാം സൈഡ് എഫക്റ്റ് കൊണ്ട് കിഡ്നിക്കോ ലിവറിനോ ഉള്ള പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാറ്റിവെക്കാൻ നോക്കുന്നു. ഇങ്ങനെ നമ്മുടെ രോഗം മൂർച്ഛിതാവസ്ഥയിലേക്കാണ് ഓരോ വർഷം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അതായത് BP വന്നിട്ടുള്ള ഒരു രോഗി എന്നും BP കൊണ്ട് തന്നെ ജീവിക്കണം, ആ BP കൊണ്ട് തന്നെ മരിക്കണം എന്ന് പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ ഷുഗറായിട്ടുള്ള ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കണം, എന്നിട്ട് ആ ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻ മൂലം മരിക്കണം എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് വേണ്ടത് കൺട്രോളല്ല, ക്യൂറാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. ഈ സമയത്ത് നമ്മൾ 1-2 ചാലഞ്ചുകൾ കൂടി ഓർക്കേണ്ടതുണ്ട്. ഡോക്ടർ ബിശ്വരൂപ് റായ് ചൗധരി എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ഡോക്ടർമാർക്കാക്കിയിട്ട് 3 ചാലഞ്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു അലോപ്പതി മരുന്ന് രോഗത്തെ കമ്മിയാക്കുന്നു, കുറയ്ക്കുന്നു എന്ന് നിങ്ങൾ തെളിയിച്ചു തന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നതാണ്. ചില ടെസ്റ്റുകൾ തന്നെ രോഗത്തിന് കാരണം ആകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണം ബയോപ്സി, മാമോഗ്രാം, പെറ്റ് സ്കാൻ. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഡോക്ടർ ബിശ്വരൂപ് റായ് ചൗധരി എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരുന്ന് കഴിക്കുന്നിടത്തോളം നമ്മൾ രോഗിയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പാരാമീറ്റേഴ്സ് എല്ലാം നോർമലായിരിക്കാം, പക്ഷേ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രോഗി തന്നെയാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. മരുന്ന് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആരോഗ്യം വന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ മരുന്ന് കഴിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ എല്ലാ പാരാമീറ്റേഴ്സും നോർമലാണെങ്കിൽ തന്നെ അവർ രോഗിയാണ് എന്നുള്ള സത്യം അവർ മനസ്സിലാക്കണം. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. 1950കളിൽ ഉണ്ടായിരുന്ന BP-യുടെ അളവല്ല ഇപ്പോഴത്തെ BP-യുടെ അളവ്. 1950കളിൽ 210 BP വരെ നോർമലായിരുന്നു. പക്ഷേ ഇന്ന് അത് 120 കുറച്ചിരിക്കുകയാണ്. അതിനാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക എന്നുള്ള ആ കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾ പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു യഥാർത്ഥ ഡോക്ടർ കുറച്ച് കാലം നമ്മൾക്ക് മരുന്ന് തരുന്നു, അതിനുശേഷം മരുന്ന് നിർത്താൻ പറയുന്നു. അതായത് നമ്മുടെ രോഗം മാറി എന്ന അർത്ഥം. മരുന്ന് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു ആരോഗ്യവാനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മരുന്ന് കഴിച്ചുകൊണ്ട് എൻ്റെ രോഗങ്ങൾ നിയന്ത്രണത്തിൽ വരുത്തുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ആരോഗ്യവാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതിനാൽ നിങ്ങൾ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണം. മരുന്ന് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു രോഗിയാണ്. മരുന്ന് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആരോഗ്യവാൻ ആകുന്നുള്ളൂ. ഇന്ന് കാണുന്ന ചികിത്സ മരുന്നുകളുടെയും സർജറികളുടെയും ചികിത്സയാണ്. ഇതൊന്നുമില്ലാതെ തന്നെ, ഒട്ടും പണച്ചെലവില്ലാതെ നമ്മൾക്ക് ഏത് തരത്തിൽ പ്രകൃതി ജീവനം നടത്താം, അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്ത് തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതാണ്. ഈ വീഡിയോകളുടെ എല്ലാം പ്ലേലിസ്റ്റ് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്.